മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ടെന്ന കേരളത്തിന്റെ ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. കഴിഞ്ഞ മാസം 26-ന് ഇടുക്കിയിലുണ്ടായ ഭൂചലനത്തെ തുടർന്നുള്ള ഡാമിന്റെ സ്ഥിതി വിലയിരുത്താൻ ഉന്നതതല യോഗം നടന്നു. 3 കോടി രൂപ ചെലവഴിച്ച് ഇടുക്കി അണക്കെട്ടുമായി ബന്ധപ്പെട്ട 6 സ്ഥലങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള ഭൂകമ്പ മാപിനികൾ നവീകരിക്കാൻ യോഗത്തിൽ തീരുമാനിച്ചു. ദുരന്തം സംഭവിച്ചാൽ ഉണ്ടായേക്കാവുന്ന ആഘാതത്തെപ്പറ്റി പഠിക്കാൻ റൂർക്കി IITയിലെ വിദഗ്ധ സംഘത്തെ നിയോഗിക്കും. യോഗ തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ നിവേദിത പി ഹരന്റെ നേതൃത്വത്തിലുള്ള സംഘത്തെ നിയോഗിച്ചു. മന്ത്രിമാരായ PJ ജോസഫിനും ആര്യാടൻ മുഹമ്മദിനും പുറമെ വൈദ്യുതി വകുപ്പ്, ജലവകുപ്പ്, ശാസ്ത്ര സാങ്കേതിക വകുപ്പ്, ദുരന്ത നിവാരണ വകുപ്പ് തുടങ്ങിയവയിലെ ഉന്നത ഉദ്യോഗസ്ഥരും അവലോകന യോഗത്തിൽ പങ്കെടുത്തു. 1895-ൽ നിർമ്മിച്ച മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സംഭരണശേഷി ഏകദേശം 443.23 മില്യൺ ഘനയടി ജലമാണ്. 1 നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള ഈ അണക്കെട്ടിന് അതിൻ്റേതായുള്ള ബലക്ഷയവും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് പുതിയ ഡാമെന്ന ആവശ്യവുമായി കേരളം രംഗത്തുള്ളത്. എന്നാൽ ഈ അണക്കെട്ടിനെ ആശ്രയിച്ച് കൃഷി ചെയ്യുന്ന കർഷകരെ മുന്നിൽ നിർത്തിയാണ് തമിഴ്നാട് പുതിയ അണക്കെട്ടിനെ എതിർക്കുന്നത്. ബ്രിട്ടീഷുകാരുടെ കാലത്തുണ്ടാക്കിയ 999 വർഷത്തെ കരാറിലാണ് കേരളം തമിഴ്നാടിന് വെള്ളം നൽകുന്നത്. പുതിയ അണക്കെട്ട് വന്നാൽ ഈ കരാറിന് നിയമസാധ്യതയില്ല എന്നതാണ് തമിഴ്നാടിന്റെ വാദം. എന്നാൽ കാലപ്പഴക്കം കൊണ്ട് തകരാറായ പഴയ അണക്കെട്ടിന് എന്തെങ്കിലും സംഭവിച്ചാൽ കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിലുള്ള ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ജീവൻ ഇതിൽ പൊലിയും. ആ മഹാദുരന്തം വരാതിരിക്കാൻ ഇരു സംസ്ഥാനങ്ങളും ഒത്തുതീർപ്പിലെത്തേണ്ടത് അത്യാവശ്യമാണ്.